കേരളത്തെ പുതിയ വളർച്ചാ എഞ്ചിനുകളിലേക്ക് നയിക്കാനുള്ള ഒരു ദീർഘവീക്ഷണമുള്ള ബജറ്റാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് മുൻ ICT ചെയർമാൻ ടോണി തോമസ്. പുതുക്കിയ ബജറ്റ് ഒരു പുതുയുഗ കേരളത്തിന്റെ രൂപരേഖ വരയ്ക്കാനുള്ള ഗൗരവമായ ശ്രമമായി തോന്നുന്നതായി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മിഷൻ സമുദ്ര, സദേൺ കേരള എക്കണോമിക് കോറിഡോർ, ഏവിയേഷൻ ഹബ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ടോണി തോമസിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഓരോ ബജറ്റും അടിസ്ഥാനപരമായി പ്രയോഗവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക തത്വചിന്തയുടെ പ്രകടനമാണ്. സർക്കാരിന്റെ അഭിലാഷങ്ങൾ ധനകാര്യ യാഥാർത്ഥ്യങ്ങളുടെ കഠിനമായ ഭൗതികശാസ്ത്രവുമായി കൂട്ടിയിടിക്കുന്ന വേദി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റ് ഒരു പുതുയുഗ കേരളത്തിന്റെ രൂപരേഖ വരയ്ക്കാനുള്ള ഗൗരവമായ ശ്രമമായി തോന്നുന്നു. രാഷ്ട്രീയ ഭാഷയ്ക്കും പ്രഖ്യാപനങ്ങൾക്കുമപ്പുറം നിശ്ചലതയുടെ മാനേജ്മെന്റിൽ നിന്ന് കേരളത്തെ പുതിയ വളർച്ചാ എഞ്ചിനുകളിലേക്ക് നയിക്കാനുള്ള ഒരു ദീർഘവീക്ഷണം ഇതിൽ കാണാം. ഈ ബജറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രഖ്യാപനമല്ല, അതിന് പിന്നിലെ സാമ്പത്തിക തത്വമാണ്. സമ്പത്ത് വിതരണം ചെയ്യുന്ന ഒരു ക്ഷേമ സംസ്ഥാനത്തിൽ നിന്ന് സമ്പത്ത് സൃഷ്ടിക്കാൻ സാഹചര്യമൊരുക്കുന്ന ഒരു വളർച്ച സംസ്ഥാനത്തിലേക്കുള്ള ചിന്താപരമായ മാറ്റം ഈ ബജറ്റിൽ കാണാം. കേരളത്തിന്റെ പരമ്പരാഗത സാമ്പത്തിക ചർച്ചകളിൽ നിന്നുള്ള ശ്രദ്ധേയമായ ഒരു വ്യതിയാനമാണിത്. ഡേറ്റ അധിഷ്ഠിത ഭരണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, സമുദ്ര സമ്പദ് വ്യവസ്ഥ, ഏവിയേഷൻ എക്കണോസിസ്റ്റം എന്നിവയ്ക്കുള്ള ഊന്നൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം 21ാം നൂറ്റാണ്ടിലെ വികസനം ഒറ്റപ്പെട്ട പദ്ധതികളിൽ നിന്നല്ല, മറിച്ച് പരസ്പരം ശക്തിപ്പെടുത്തുന്ന എക്കോസിസ്റ്റങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ആ അർത്ഥത്തിൽ ഇത് ഒരു സാമ്പത്തിക വികസന തന്ത്രത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു. മിഷൻ സമുദ്ര, സദേൺ കേരള എക്കണോമിക് കോറിഡോർ, ഏവിയേഷൻ ഹബ് എന്നിവ കേരളത്തിന്റെ സ്വാഭാവിക ശക്തികളെ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്. വിഴിഞ്ഞവും കൊച്ചിയും 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും നീണ്ട തീരപ്രദേശവും കേരളത്തിന്റെ അപൂർവ ശക്തികളാണ്. എന്നാൽ കടുത്ത ധനകാര്യ സമ്മർദ്ദം നേരിടുന്ന ഒരു സംസ്ഥാനത്തിന് ഈ വലിയ ലക്ഷ്യങ്ങൾ പൊതുപണം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയില്ല. സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാനും വിശ്വാസ്യതയുള്ള PPP മാതൃകകൾ സൃഷ്ടിക്കാനും കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ വിജയം. കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ദാരിദ്ര്യമല്ല, അവസരങ്ങളുടെ അഭാവമാണ് എന്ന തിരിച്ചറിവും ഈ ബജറ്റിലുണ്ട്. യുവാക്കൾ കേരളം ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല നാടുവിടുന്നത്. ആധുനിക തൊഴിലവസരങ്ങളും വളർച്ചയുടെ എക്കോസിസ്റ്റവും മറ്റെവിടെയോ ഉള്ളതുകൊണ്ടാണ്. ഭാവി നൈപുണ്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത MSMEകൾ എന്നിവ മനുഷ്യ വിഭവശേഷിയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന ബോധ്യത്തിൽ നിന്നുള്ളതാണ്. ഈ മനുഷ്യ വിഭവശേഷിയെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ഒരു വിദ്യാഭ്യാസ നയത്തിന്റെ മാത്രം വിഷയമല്ല, അതൊരു സാമ്പത്തിക അനിവാര്യത കൂടിയാണ്. ഈ ബജറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാര നിർദ്ദേശം സംസ്ഥാന ആസൂത്രണ ബോർഡിനെ ഡേറ്റ അധിഷ്ഠിതവും അതുപോലെ തന്നെ ആധുനികവുമായ ഒരു സ്ഥാപനമാക്കി മാറ്റാനുള്ള പ്രഖ്യാപനമാണ്. ഇത് വളരെ കാലമായി ആവശ്യമായിരുന്ന ഒരു പരിഷ്കാരമാണ്. ആസൂത്രണ ബോർഡ് വെറും പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന ഒരു സ്ഥാപനമല്ല, മറിച്ച് ഭാവിയെ പ്രവചിക്കുകയും വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ഫലങ്ങൾ അളക്കുകയും നയങ്ങൾക്ക് ദിശാബോധം നൽകുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് തിങ്ക് ടാങ്കായി മാറേണ്ട സമയമായിരുന്നു. ഇന്നത്തെ ലോകത്ത് വികസന ആസൂത്രണം വാർഷിക രേഖകളിലല്ല, ഡാറ്റയിലും പ്രവചനങ്ങളിലും ഫലസൂചികകളിലുമാണ് അധിഷ്ഠിതമാകേണ്ടത്. ആ മാറ്റത്തിന്റെ സൂചന ഈ ബജറ്റിൽ കാണുന്നത് സ്വാഗതാർഹമാണ്. ഈ ബജറ്റിന്റെ മറ്റൊരു ശ്രദ്ധേയമായ വശം നികുതി നയത്തെ വെറും വരുമാന ശേഖരണത്തിനുള്ള ഉപകരണമായി കാണാതെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉപാധിയായും കാണാൻ ശ്രമിക്കുന്നുവെന്നതാണ്. ഗതാഗത മേഖലയിലെ നികുതി ഭാരം യുക്തിസഹമാക്കാനും വാഹന രജിസ്ട്രേഷനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ഉത്തേജനം നൽകാനുമുള്ള നീക്കങ്ങൾ സ്വാഗതാർഹമാണ്.